ഈശോയുടെ സാന്നിധ്യം ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുണ്ട്. കൊളോസസ് 1:17 നമ്മൾ കാണുകയാണ്, സമസ്തവും എല്ലാ മനുഷ്യരും സകലരും ക്രിസ്തുവിൽ സ്ഥിതി ചെയ്യുന്നു. പലപ്പോഴും നമ്മൾ മനസ്സിലാകാതെ പോകുന്നൊരു കാര്യം, അതായത് ദൈവത്തിന്റെ വചനം നമ്മുടെ കൂടെ തന്നെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തെ, ക്രിസ്തുവിനെ വെളിപ്പെടുത്തി തരികയാണ്. അപ്പോൾ ഈ ഈശോനെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കൂടെയുള്ള ആ ദൈവത്തിന്റെ സാന്നിധ്യം എത്രമാത്രം വലുതാണെന്ന് തിരിച്ചറിയുമ്പോൾ അവനെ തന്നെ സ്നേഹിക്കുവാനും സെൽഫ് റെസ്പെക്ട് ചെയ്യുവാനും സാധിക്കും. ഇപ്പൊ നിങ്ങളുടെ കൂടെ ദൈവത്തിന്റെ മഹത്വമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം മുതൽ സത്യത്തിൽ പലപ്പോഴും ലൈഫിൽ നമ്മളിൽ പലരും സ്വയമേ വില കുറച്ച് കാണാറുണ്ട്. പക്ഷെ ദൈവം കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ദൈവം നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മളെ സ്നേഹിക്കുന്നു. അപ്പൊ ഇത്രയും നാൾ നമ്മുടെ കൂടെ തന്നെ നിന്നുകൊണ്ട് നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളെ തന്നെ പലപ്പോഴും വാക്കുകൾ കൊണ്ടും പല കാര്യങ്ങൾ കൊണ്ടും മനുഷ്യരെ തന്നെ നശിപ്പിക്കുന്ന ആ ഒരു നേച്ചറിൽ നിന്ന് ദൈവസാന്നിധ്യം കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവിൽ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ അത്തരത്തിലുള്ള അതായത് സെൽഫ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു പ്രോസസ്സിൽ നിന്ന് നമുക്ക് പുറത്തു വരുവാൻ കർത്താവിന്റെ സാന്നിധ്യം നമ്മളെ സഹായിക്കുകയാണ്. മാത്രമല്ല, മറ്റുള്ളവരിലും ക്രിസ്തു ഉണ്ടെന്നുള്ള തിരിച്ചറിവിൽ നമ്മൾ ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ അവരെ നമുക്ക് റെസ്പെക്ട് ചെയ്യുവാൻ സാധിക്കും. ഇതാണ് നമ്മൾ പുതിയ നിയമത്തിന്റെ ഒരു വലിയ സന്ദേശം. നമ്മുടെ കൂടെയുള്ള ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുക, അതേപോലെ തന്നെ മറ്റുള്ളവരിലും ക്രിസ്തു ഉണ്ട്. അവരെ റെസ്പെക്ട് ചെയ്യുക, അവർക്ക് അവരുടെ പേഴ്സണൽ സ്പേസ് കൊടുക്കുക, ഫ്രീഡം കൊടുക്കുക, അവരെ സ്നേഹിക്കുക, റെസ്പെക്ട് ചെയ്യുക, ഓണർ ചെയ്യുക. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു ദൈവരാജ്യം എന്നുള്ളത്. പരസ്പരം സ്നേഹിക്കുമ്പോൾ, പരസ്പരം എല്ലാവരിലും ദൈവത്തിന്റെ ആ മഹത്വത്തെ, ദൈവം ഓരോ വ്യക്തിയുടെ ഉള്ളിലും വസിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ നമ്മൾ സ്നേഹിക്കുവാൻ തുടങ്ങുമ്പോൾ അവിടെ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിന്റെ, ഈ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിറയപ്പെടുകയാണ്. എഫെസോസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, പലപ്പോഴും നമ്മളിലെ ഒരു പഴയ മനുഷ്യനാണ് ഈ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിന്റെ മഹത്വത്തെ, അതിനെ വളർന്നു വരുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. എന്താണ് ഈ പഴയ മനുഷ്യൻ? നമ്മുടെ പഴയ ചിന്താരീതികൾ. അതായത് ദൈവം കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് ലഭിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന നമ്മുടെ ജീവിതശൈലികളും ചിന്താഗതികളും പലപ്പോഴും നമ്മളെ ഇങ്ങനെ പുറകോട്ട് വലിക്കും, നമ്മളെ ഒരുപാട് ഭയപ്പെടുത്തും. മനസ്സിൽ ഇങ്ങനെ ഓരോരോ ഭാരങ്ങളും ചിന്തകളൊക്കെ നമ്മൾ കണ്ടതും കേട്ടതിൽ നിന്നൊക്കെ നമ്മളെ മനസ്സിനെ ഇങ്ങനെ ബോധർ ചെയ്യുവാൻ പലപ്പോഴും നമ്മുടെ പഴയ മനുഷ്യൻ ഓരോ ചിന്തകൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എന്റെ ഉള്ളിൽ ക്രിസ്തു ഇരിപ്പുണ്ട്. ആ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ ഞാൻ എന്റെ ഈ ചിന്താഗതികളെ, എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവിനെതിരെ കടന്നു വരുന്ന എല്ലാ ചിന്താഗതികളെയും എന്റെ കൂടെ നിൽക്കുന്ന ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ ഞാൻ മറികടക്കും, അതിനെ തകർത്ത് കളയും. പൗലോസ് കൊറിന്തോസ്യർക്കുള്ള ലേഖനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിന്റെ ചിന്തകൾക്കെതിരെ ഉയർന്നു വരുന്ന എല്ലാ വാദഗതികളെയും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നിറഞ്ഞുകൊണ്ട് ഞാൻ അതിനെ തകർത്ത് കളയുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ നമുക്ക് ജീവിതത്തിൽ മുൻപോട്ട് പോകാം. നമ്മളോടൊപ്പം വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം എല്ലാ മനുഷ്യരിലുമുണ്ട്. അവരിലെല്ലാം ക്രിസ്തു ഉണ്ട്. അവൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. യോഹന്നാൻ ശ്ലീഹയുടെ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിൽ പ്രകാരം പറയുന്നത്, 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ അവൻ എല്ലാവർക്കും വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നു. അവൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ അവിടുന്ന് വസിക്കുന്നു. ഈ തിരിച്ചറിവിൽ ഈ പ്രപഞ്ചത്തിൽ ദൈവരാജ്യം പണിയുന്നതിന് വേണ്ടി നമുക്ക് കൈകോർക്കാം. ഈശോ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.